എന്നുവെച്ചാൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യം കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ റിപ്പീറ്റിന് വേണ്ടി ആദ്യത്തെ ഒരു കൊല്ലം ഇരുന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ റിപ്പീറ്റിന് തുടങ്ങി. എവിടെയാ ഇപ്പോൾ ചെയ്യണേ ഇപ്പോൾ കോഴ്സ്? ഞാൻ പാലാ ബ്രില്യൻറ്റ്. അത് ഞാൻ ഓഫ്ലൈൻ പോയതാണ്. പക്ഷെ എനിക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അല്ല, ഇപ്പൊ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പൊ എവിടെയും ചേരാനൊന്നും പറ്റില്ല. ഇല്ല. അപ്പൊ സിൻസിയർ ആയിട്ട് ഇനിയുള്ള 8 മാസം 8 മാസമില്ല, 7 മാസം 5 മാസം ആ 5 മാസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക? ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം. ഇപ്പോൾ ബയോളജി പേപ്പർ ബുക്ക് എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പറയുമ്പോൾ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ എത്ര പെർസെൻറ്റേജ് അറിയാം? 40%. അപ്പോൾ ഒരു ടേബിൾ ഉണ്ടാക്കാം. ബയോളജി ചാപ്റ്റർ 1, 2, 3, 4, 5 എല്ലാ ചാപ്റ്ററിൻ്റെ പേരും എഴുതുക. ലിവിങ് വേൾഡിനെ കുറിച്ച് 40% അറിയാം. ബാക്കി 60% തീർക്കാൻ എത്ര മണിക്കൂർ വേണം? അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റണം. അത് തെറ്റാവാം, പക്ഷെ ഒരു റഫ് ഗസ്റ്റ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്നിട്ട് അതിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഗസ് ചെയ്യാൻ പറ്റണം. ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആരാന്ന് വെച്ചാൽ ഏത് പേപ്പറിലാണോ ഏത് ക്വസ്റ്റ്യൻ ആണോ ഞാൻ പഠിച്ച വിഷയത്തിൽ വരാൻ പോകുന്നതെന്ന് 100% ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ഗെറ്റ് 100% മാർക്സ്. ഇപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൽ വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാം. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതൊക്കെ പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാ ചാപ്റ്ററിനും എത്ര മണിക്കൂർ വേണം ഏകദേശം ഗസ് ചെയ്തിട്ട് ടൈം പറയുമ്പോൾ 60% പഠിച്ചു തീർക്കാൻ എത്ര സമയം വേണം? അങ്ങനെ ചോദിച്ചാൽ വെറുതെ ഒരു റഫായിട്ടൊരു ടൈം പറയും. 10 മണിക്കൂർ, 8 മണിക്കൂർ, അങ്ങനെ കൃത്യമായിട്ടൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. തെറ്റാ, കുഴപ്പമില്ല. ഒക്കെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇന്നതാണ് ഇത്ര സമയം ചെലവഴിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ സാധാരണ എടുക്കുന്ന ക്ലാസ്സുകൾ അവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ജനറിക് ആയിട്ടാണ്. അതിൽ ചില ചാപ്റ്ററുകൾ ഗായത്രിക്ക് പൂർണ്ണമായിട്ടും അറിയാം. പിന്നെന്തിനാ അതിന് ടൈം വേസ്റ്റ് ചെയ്യണേ? മനസ്സിലാവുന്നുണ്ടോ? അത് കേൾക്കാം, ക്ലാസ് കേൾക്കാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള സമയം നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പം ക്ലാസ്സുകൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങിക്കോളൂ. ബാക്കി എല്ലാ പ്രാഥമിക കർമ്മങ്ങൾക്കും 2 മണിക്കൂർ വിട്ടുകൊടുത്തോളൂ. 10 hours കഴിഞ്ഞാൽ 14 hours കയ്യിലുണ്ടല്ലോ. ക്ലാസ് എത്ര മണിക്കൂർ ഉണ്ടാവും? ക്ലാസ് 6 മണിക്കൂർ. അതും കഴിഞ്ഞ ബാക്കി 8 മണിക്കൂർ പിന്നെ ഉണ്ടല്ലോ. ആ 8 മണിക്കൂർ ഏത് വിഷയത്തിന് വേണ്ടി ഏത് ചാപ്റ്ററിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ചെലവഴിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഏതായാലും ഇതിന് മെനക്കെട്ടും. അപ്പോൾ 100% പൊട്ടൻഷ്യൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ടത് ഓരോ അവനവന് കിട്ടുന്ന 8 മണിക്കൂറും ബാക്കി ക്ലാസ് ഇല്ലാത്ത ദിവസം 14 hours. അതാവണം നമ്മുടെ ടൈം ടേബിൾ. ആ ടൈം ടേബിളിൽ കൃത്യമായിട്ട് സബ്ജക്റ്റ് വൈസ് അല്ല, ചാപ്റ്റർ വൈസ് അലോട്ട് ചെയ്യുക. ആ ചാപ്റ്ററാണ് എൻ്റെ അടുത്ത ഈ ഒരാഴ്ചത്തെ ഫോക്കസിൽ ഞാൻ 5 ചാപ്റ്റർ തീർത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ തീർത്താൽ തന്നെ ഏകദേശം 40 ചാപ്റ്റേഴ്സോ 50 ചാപ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ 10 ആഴ്ച കൊണ്ട് പണി തീർന്നു. 10 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി റിവിഷനുള്ള സമയമുണ്ട്. ഇപ്പം എന്ത് പറ്റുന്നു ഞാൻ എൻ്റെ ഗസ് പറയട്ടെ. ഗായത്രിയുടെ പ്രശ്നം കുറേ പഠിക്കാനുണ്ട്, ഞാൻ എന്താ ചെയ്യുക? എന്നെ കൊണ്ട് ഇത് പറ്റുമോ പറ്റില്ലയോ? ആണോ അല്ലയോ? അതെ. അപ്പോൾ ആ വേവലാതി വേണ്ട. പറ്റുന്നത് പറ്റുക. ഇന്ന് മുതൽ നമ്മളൊരു മലയുടെ മുമ്പിൽ നിന്നിട്ട് കയറാൻ പറ്റുമോ എന്ന് വെച്ചാൽ മുകളിലെത്തിക്കോ ആരെങ്കിലും? നമ്മൾ തന്നെ കയറണം. അതേപോലെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് തുടങ്ങി കുറച്ച് കയറുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ തോന്നും, ഓ ഇത്രയ്ക്ക് എനിക്ക് അറിയില്ല, എനിക്ക് കയറാൻ പറ്റുന്നു. മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഓരോ വിഷയത്തിൻ്റെയും ചാപ്റ്റേഴ്സ് എഴുതുക. ഒരു വലിയൊരു ടേബിൾ ഉണ്ടാക്കുക. ചാപ്റ്ററിൻ്റെ പേര്
ആ ചാപ്റ്ററിൻ്റെ എത്ര പെർസെൻറ്റേജ് അറിയാം, എത്ര പെർസെൻറ്റേജ് പഠിച്ചു തീർക്കാനുണ്ട്, അതിന് എത്ര സമയം വേണം, അതിന് ഡേറ്റ് അലോട്ട് ചെയ്യുക. ആ ഡേറ്റോട് കൂടി അത് തീർക്കുക. അത് തീർന്നാലും ഇല്ലെങ്കിലും അടുത്ത ചാപ്റ്റർ, അടുത്ത സബ്ജക്റ്റ്, അടുത്ത ഡേറ്റ്. എന്നിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വരും, അതിലെത്ര പഠിച്ചു തീർക്കാണ്ടെന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക. ഈ തീരുമാനം ചെയ്തു കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും, ഓ എനിക്ക് 40% അറിയുന്ന സബ്ജക്റ്റ് ഇപ്പോൾ 100% അറിയാം. അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് അങ്ങോട്ട് തീർക്കുക. അതല്ലാതെ ഒരാളും മോളുടെ തലയിലിരുന്നിട്ട് മോളെ പഠിപ്പിക്കാൻ പോകില്ല. സ്വന്തം തന്നെ വേണം, വേണ്ടേ? അതെപ്പോൾ തുടങ്ങണം? ഇപ്പോൾ 5:59 6 മണി, 1 മിനിറ്റ് മതി. ആ തീരുമാനം അങ്ങോട്ട് എടുക്കുക, ഇപ്പോൾ മുതൽ അങ്ങോട്ട് തുടങ്ങും. കാരണം ഏതായാലും വെള്ളത്തിലിറങ്ങി, ഇനി കുളിച്ചിട്ട് അങ്ങോട്ട് കയറാം. അടുത്ത വർഷം കാണുന്ന എല്ലാത്തിനും അപ്ലൈ ചെയ്യുക. എവിടേക്കാണോ കിട്ടുന്നത് ആ ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാം. ഇപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. കിട്ടിയാൽ എന്ത് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഒരു ആലോചനയേ ഇല്ല. ഏതായാലും ഇവിടുന്ന് ചാടിയാലേ അപ്പുറത്തെത്തുള്ളൂ. ചാടിയാൽ ചിലപ്പോൾ താഴെ വീഴും. താഴെ വീണാൽ അപ്പോൾ ആലോചിക്കാം. ഓക്കെ, ഇങ്ങനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് എത്ര സമയം വേണമെന്ന് കൃത്യമായിട്ടൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയാൽ അത് കൃത്യമാവണമെന്നൊന്നുമില്ല. കാരണം അടുത്ത 2 ആഴ്ച കൊണ്ട് തീരില്ല, 3 ആഴ്ച കൊണ്ട് തീർന്നില്ല, 1 മാസം കൊണ്ട് തീർന്നില്ല, കുഴപ്പമില്ല, ഇനിയും ഉണ്ടല്ലോ 5 മാസം. മനസ്സിലായോ? ഇപ്പോൾ സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നമ്മൾ 5 മാസേ ഉള്ളൂ എന്നുള്ളപ്പോൾ 5 സബ്ജക്റ്റ് പഠിക്കാണ്ട് 5 മാസേ ഉള്ളൂ, 1 മാസത്തിൽ 1 സബ്ജക്റ്റ്, അങ്ങനെയല്ല. 5 മാസത്തിൽ 30 ദിവസം കൂടി 150 ഡേയ്സ് മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് 10 hours ഉണ്ടാവും. 1500 hours ഉണ്ട്. 1500 hours ഒക്കെ ഇഷ്ടം പോലെ മതി പഠിക്കാൻ. 150 ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ, അത്രല്ലേ ഉള്ളൂ. അപ്പോൾ 800 ഡേയ്സ് കൊണ്ട് തീരണ്ടേ? അപ്പോൾ 2 പ്രാവശ്യമെങ്കിലും ഫുൾ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഓരോ വാക്കിൻ്റെയും അർത്ഥം, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇന്നർ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ AFMC ഉണ്ട്, എയിംസ് ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്. ഏതൊക്കെ അപ്ലൈ ചെയ്യാം, എവിടെയൊക്കെ പഠിക്കാം, ഒക്കെ അപ്ലൈ ചെയ്യാം. എവിടെയെങ്കിലും കിട്ടും, ഡോണ്ട് വറി. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത്. പക്ഷെ ആർക്കും ഇല്ലാത്ത ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പം മോള് ചോദിച്ചതുപോലെ ചാപ്റ്റർ വൈസ് ചെയ്യാത്തതുകൊണ്ടാണ് പലരും വിട്ടുപോകുന്നത്. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അതിനെത്ര സമയം വേണം, എത്ര പഠിച്ചു തീർക്കാൻ വേണം, ഇത്രേ വേണം. ടെൻഷൻ അടിച്ചിരുന്നൊരു കാര്യമില്ല. നേരെ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് വെള്ളം ഉണ്ടോ എന്ന് കാണിച്ചിട്ട് കുടിക്കാനുള്ള. ഒരു ദിവസം ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും ഒരു സിപ്പെങ്കിലും കുടിക്കാം. ഓക്കെ, അപ്പോൾ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മുഖം കഴുകാം. ആരാ അടുത്തിരിക്കണ? അമ്മയാണോ? ഒന്നും പേടിക്കണ്ട. ഇനി ഡോക്ടർ ആയിട്ടെങ്കിലും ജീവിതം നശിച്ചു പോകുന്നില്ല, വേറെ ഇഷ്ടം പോലെ പണി കിട്ടുന്നു. പക്ഷെ എന്തായാലും ഒരുമ്പട്ട് ഇറങ്ങി ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുക. ചാപ്റ്റർ വൈസ് ടൈം ടേബിൾ ഉണ്ടാക്കുക, ഇരുന്ന് പഠിക്കുക. എക്സാം എഴുതാനുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ബാക്കിയൊക്കെ പിന്നെ സോൾവ് ചെയ്ത് തരാം. അത് ഒരാഴ്ച ഗായത്രി എൻ്റെ അവിടെ ഉണ്ടെങ്കിൽ ടപ്പ് നാക്കി ബാക്കി തരാം. ഞാനുണ്ടാവും, ഡോണ്ട് വറി ഗായത്രി. കാരണം അവർക്ക് മെഡിസിനേ തരാൻ പറ്റുള്ളൂ, വേറെ ഒന്നും തരാൻ പറ്റില്ലല്ലോ. പറയലുണ്ട് ഇങ്ങനെയാണ്, അപ്പൊ നീറ്റിനാണ് ഇരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് വല്ലാതെ ഓവർഡോസ് വേണ്ട. ഒരേ ഇരിപ്പിലിരിക്കേണ്ട, കുറെ സമയം സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കരുത്. കുറച്ച് കഴിഞ്ഞ സമയത്ത് തലാണയുടെ മുകളിൽ ഇരിക്കുക. സിറ്റിംഗ് ഡോക്ടർ TPS എന്നൊരു വീഡിയോ ഉണ്ട്, സിറ്റിംഗ് ഡോക്ടർ TPS. ഓക്കെ, ഞാൻ അയച്ചുതരാം, ലിങ്ക് അയച്ചുതരാം നമുക്ക്. അപ്പൊ നിലത്തിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു തലയണ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വായിക്കാവും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കണ്ണിന് ക്ഷീണം വരും. കണ്ണിന് ക്ഷീണമൊക്കെ ഉണ്ട് മോക്ക്. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് നല്ലപോലെ അമ്മ കർപ്പൂരാതി തൈലം മേടിക്കുക, എന്നിട്ട് പുറത്ത് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കുളിപ്പിക്കുക. പുറത്ത് മാത്രം, ഫ്രണ്ടിൽ പാടില്ല, മുഖത്തും പാടില്ല, ബാക്കിൽ മാത്രം നല്ലപോലെ പുരട്ടുക. നല്ല ഉന്മേഷമൊക്കെ വരും. അധികം മരുന്ന് കഴിക്കാണ്ടിരിക്കും. നല്ലപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുക. ശരീരം, ആ വെള്ളം ശരീരത്തിലുള്ളപ്പോൾ തന്നെ പുറത്ത് കർപ്പൂരാതി തൈലം പുരട്ടി കൊടുക്കുക. പുറത്ത് മാത്രമേ പുരട്ടാവൂ.
വെള്ളം ഉള്ളപ്പോ ചെയ്യണം അല്ലേ? കേട്ടില്ല. വെള്ളം ഉള്ളപ്പോൾ ചെയ്യണം. വെള്ളം ആ ചൂടുവെള്ളം ഉള്ള സമയത്ത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ കുറേ എണ്ണ വരും, അത് ശരീരത്തിൽ കൊള്ളൂല്ല. ആ ചൂട് കുളിക്കുന്ന സമയത്ത് ബോഡി എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആവുന്ന സമയത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ശ്വാസം നല്ലപോലെ കിട്ടും. അപ്പൊ മുതുകത്ത് മാത്രം. പുറത്ത് മാത്രം പുരട്ടാം. ഓക്കെ, ഇനി വേറെ ഗുഡ് ഗേൾ. നല്ല ഹാപ്പി ആയിരിക്കും, മുഖം നല്ല പ്രസന്നമാവണം, അപ്പൊ സുഖം ഉണ്ടാവും. അല്ല, അവള് അയച്ച മെസ്സേജില് ഞാൻ കുറെ ദിവസമായി പറയുന്നു നല്ല പോലെ കുളിക്കുക, എല്ലാ ദിവസവും രാവിലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക, നല്ല വെജിറ്റബിൾസ് മാത്രമുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ, നോൺ വെജ് ഒന്നും കഴിക്കണ്ടല്ലോ. ഇതൊന്നും ആവശ്യമില്ല. നോൺ വെജ് ഒക്കെ വേസ്റ്റ് ആണ്, ശരീരത്തിൽ അനാവശ്യമായ ടെൻഷൻ കൂടും. കഴിക്കലില്ല, അമ്മ പറയുന്നുണ്ട്. അല്ല, അവൾക്ക് വിറ്റാമിൻ ഡിയുടെ ഒരു വിറ്റമിൻ ഡിയും ഇല്ല. നല്ലപോലെ വെജിറ്റബിൾസും ലീവ്സും കൊടുക്കുക, നല്ലപോലെ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. രാത്രി ഭക്ഷണം കഴിയുന്നതും മിനിമം കഴിക്കുക, വെള്ളമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഉച്ചക്ക് നല്ലപോലെ കഴിക്കുക, രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കഴിക്കുക. പാലും വേണമെങ്കിൽ കുടിക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിർബന്ധമില്ല. ഇഷ്ടമല്ലെങ്കിൽ കുടിക്കരുത്. ഇഷ്ടമല്ലാത്ത ഒരു ഭക്ഷണവും കഴിക്കരുത്. പക്ഷെ ഇഷ്ടമുള്ളത് നല്ലപോലെ റഫ് ആയിട്ട് വെജിറ്റബിൾ നല്ലപോലെ വേവിക്കാതെ നല്ലപോലെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കാം. ഓക്കെ, വണ്ടർഫുൾ. ഇങ്ങനൊന്നും എഴുതാൻ തന്നെ ആർക്കും പറ്റില്ല. എൻ്റെ മോള് കണ്ണട വെക്ക്. നല്ല ഭംഗിയുണ്ട്. എവിടെ? ഇവിടെ ചിലപ്പോ കുറച്ചിട്ട് ശീലം. ഇപ്പൊ എത്രയാ വെച്ചിട്ട്? ഞാൻ മെയ് മാസം ജൂലൈ. വായിക്കാൻ പറ്റുന്നുണ്ടോ അടുത്തിരുന്നിട്ട്? എനിക്ക് അടുത്തുള്ളത് കാണുമ്പോ കുഴപ്പമില്ല, ദൂരെയുള്ളത് കാണുമ്പോഴാണ്. ദൂരെയുള്ളത് കാണുമ്പോഴാണ് മയോപ്പിയ. അതുകൊണ്ടാണ് സൈറ്റ് വെക്കുന്നത്. അപ്പൊ കണ്ണട ഇങ്ങനെ ആവരുത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ, ഇറങ്ങിപ്പോകുന്നത് ബാക്കിൽ ടൈറ്റ് അല്ലാത്തോണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസം ഉണ്ടാവും. ഒക്കെ ശീലമാകുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, അതുപോലെ സ്ട്രെയിറ്റ് എടുത്ത് വായിക്കുക. ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്നതാ. ആ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. കൊണ്ടാണ്. അപ്പോൾ നേരെ ഇരുന്നിട്ട് ബുക്ക് തുറന്ന് നേരെ വെക്കാൻ പറ്റുന്ന വിധത്തിൽ വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണ് പിന്നെയും സ്ട്രെയിൻ ആവും. കീപ്പ് ഇറ്റ് സ്ട്രെയിറ്റ് ആൻഡ് റീഡ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വായിക്കാൻ പറ്റണം. അപ്പോൾ അതിനൊരു ഒരു ബുക്ക് അങ്ങനെ വെച്ചിട്ട് നേരെ വെച്ചാൽ മതി. അതുപോലെ വെച്ചിട്ട് വായിച്ചാൽ മതി. അത് നേരെ വെക്കാനുള്ള ഒരു ബാക്കിൽ എന്തെങ്കിലും കുറച്ച് ബുക്സ് വെച്ചാൽ അതിന് ചാരി വെക്കാമല്ലോ. എന്നിട്ട് നേരെ നോക്കി വായിക്കുക. എന്നിട്ട് ഓരോ പേജ് അങ്ങനെ ടേൺ ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ലേ നോക്കുക. കമ്പ്യൂട്ടർ താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ അല്ലല്ലോ നോക്കുന്നത്, നമ്മുടെ മുഖം കാണുന്ന വിധത്തിലല്ലേ നോക്കുന്നത്. അതുപോലെ വായിച്ചാൽ മതി. നമ്മുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തപ്പോഴാണ് സ്ട്രെയിൻ ആവുക. അത് കണ്ടിന്യൂസ് കുറേ സമയം ഇരിക്കരുത്. ഓരോ 20 മിനിറ്റും കഴിഞ്ഞാൽ പുറത്തെങ്കിലും നോക്കാം. കുറേ ദൂരെയുള്ള വ്യൂസ് നോക്കാം കുറച്ച് സമയമെങ്കിലും. 20 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 5 മിനിറ്റെങ്കിലും പുറയുള്ള കുറേ ദൂരെയുള്ള വ്യൂസ് എന്നൊക്കെ നോക്കാം. അത് പച്ചയാവണം. പച്ചയോ അല്ലെങ്കിൽ അത്തരം കളറാകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫ്രീക്വൻസി അതുമായിട്ട് മോഡുലേറ്റ് ആവും. അതുകൊണ്ടാണ് ലോകത്തിൽ ഭഗവാൻ എല്ലായിടത്തും പച്ച കളർ തന്നിരിക്കുന്നത്. കണ്ണിന് കുളിർമ തരുന്നത് പച്ച കളറാണ്. മനസ്സിലായോ? ഇടയ്ക്കെങ്കിലും 5 മിനിറ്റ് ഇൻവെസ്റ്റ് യുവർ ടൈം ഔട്ട് സൈഡ്, യു വിൽ ബിക്കം ഓൾ റൈറ്റ്. എല്ലാവർക്കും ഇന്ത്യയിലുള്ള ഇത്രയും കോടി ജനങ്ങൾക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഗായത്രി ഇപ്പൊ എന്താണ് ജീവിതം, എന്താണ് ഭാവി, ശമ്പളം കിട്ടുമോ, പെൻഷൻ കിട്ടുമോ ഒന്നല്ല ആലോചിക്കണം. ആകെ ആലോചിക്കേണ്ടത് ഈ എക്സാമിനേഷൻ എങ്ങനെ മാർക്ക് കിട്ടും. അതൊഴിച്ച് വേറെ ഒരു ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. അധികം ടെൻഷൻ തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ടെൻഷൻ. മോളുടെ ടെൻഷൻ്റെ കാരണം മോളല്ല, അമ്മയാണ്. പറ്റില്ല, ആ ജന്മം അങ്ങനെയാണ്, ഈ ജന്മം ഇങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് അതിനെപ്പറ്റി ബോറടിക്കാൻ ഇതൊന്നും വേണ്ട. കേട്ടിട്ട് അങ്ങോട്ട് വിടുക. യു ഡു യുവർ ജോബ്. കാരണം ഈ പറയുന്നതൊക്കെ പറയാൻ എളുപ്പമാണ്. മാത്സ് എഴുതണം, പരീക്ഷ എഴുതണം. ലോകത്തിൽ എല്ലാവരും എഴുതിയാൽ എല്ലാവരും പാസ്സാവുന്നില്ലല്ലോ. അത് ടഫാണ് എക്സാം എന്ന് എല്ലാവർക്കും അറിയാം. ഒന്നും കുഴപ്പമില്ല, അതൊക്കെ തിരിച്ചെടുക്കാൻ അത്രയും സമയമുണ്ട്. നീ എൻ്റെ കൂടെ ഒരാഴ്ച ഉണ്ടാവുന്നത്, നിന്നെ ഞാൻ ചടപടാന്നാക്കി തരാം. അതൊക്കെ ചെയ്തുതരാം. ഇപ്പോൾ ഞാൻ ഇതൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഫോക്കസ് ആകെ വേണ്ടത് എക്സാമിനേഷൻ മാത്രം. +1 +2 ആ സിലബസ് കംപ്ലീറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഏതാണോ ഈ എൻട്രൻസ് എക്സാമിനേഷൻ ആവശ്യമുള്ളത് അത് നീറ്റായിട്ട് അങ്ങോട്ട് പഠിക്കുക.
ഫിസിക്സ് കൂടുതൽ ടഫായിട്ട് തോന്നുന്നു. അല്ല, അതിൽ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ല. ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട്, അതാ ഞാൻ പറഞ്ഞത്, അത് എഴുതിയിട്ട് അതെനിക്ക് 50% അറിയുള്ളൂ, 40% അറിയുള്ളൂ, 20% അറിയുള്ളൂ. ആ ഒരു ഇവാലുവേഷൻ ചെയ്തിട്ട് വേണം ബാക്കി പഠിക്കാൻ. ടഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല. അതിലെനിക്ക് ഇത്ര പെർസെൻറ്റേജ് ക്ലാസ് കാണുക, പാരലായിട്ട് പോണ ക്ലാസ് കാണുക, എന്നിട്ട് ഒരു എന്താ ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്റർ ആ ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അത് അങ്ങനെ ഓരോന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷെ അത് മാത്രം പോരാ, ക്ലാസ്സിലെ ചാപ്റ്റർ മാത്രം പോരാ. ഓരോ ദിവസമെങ്കിലും 8 മണിക്കൂറാണ് ആവറേജ് വേണ്ടതെങ്കിൽ 80 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 80 ദിവസം വേണ്ടേ? 80 ദിവസം കൊണ്ട് തീരുമല്ലോ. 80 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എളുപ്പം തീരും. പക്ഷെ അത്രയും പോരാ. കാരണം എല്ലാ ചാപ്റ്ററിലും 8 മണിക്കൂർ ആവശ്യമില്ലല്ലോ നമുക്ക് പഠിക്കാൻ. അതിൽ ചിലതൊക്കെ 90% അറിയുണ്ടാവും, 80% അറിയുണ്ടാവും, 60 അറിയുണ്ടാവും. അപ്പോൾ ഏകദേശം അടുത്ത വരുന്ന ഒരു 10-40 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് തീർക്കാൻ പറ്റണം. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു 2 പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ട സമയം ഉണ്ടാവും. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിന്റെ ആൻസേഴ്സ് എഴുതുക. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോഴാണ് നടക്കുക. അപ്പൊ അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയല്ലേ? ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ തീരുമ്പോഴും അതിന്റെ അങ്ങനെ തന്നെ തീരണം. അപ്പോഴേ നമുക്ക് 100% ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടി ഒരു 5-8 മണിക്കൂറിൽ തീർക്കാൻ പറ്റണം. ചില ചാപ്റ്റർ ഇപ്പം 2 മണിക്കൂറോ 3 മണിക്കൂറോ മതിയാവും. ചില ചാപ്റ്ററിന് 10 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ. അമ്മ പഠിക്കുന്ന കാര്യത്തിലൊന്നും ഇടപെടാതെ ഭക്ഷണം മാത്രം നല്ലോണം കൊടുക്കുക, ആരോഗ്യം മാത്രം ശ്രദ്ധിക്കുക. ബാക്കി അവളെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിടുക. പെൻഷൻ കിട്ടുമോ, അതിന് ഗ്രാറ്റുവിറ്റി കിട്ടുമോ, പിന്നെ അതൊക്കെ പിന്നെ ആലോചിക്കാം. അതൊക്കെ ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല. ഓക്കെ. ഡീറ്റെയിൽസ് ഒക്കെ വിട്ടിട്ട് ബാക്കി ഇടാലോ വീഡിയോ അല്ലേ? മുഖം വെക്കണ്ടേ? വേണ്ട.